ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മളും വേറെ രണ്ട് ഫാമിലിയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ദുബായിൽ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളി ഒരു ഡേ ആയിരുന്നു. അപ്പം നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അച്ചാച്ചനും അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഈപ്പൻ ചേട്ടനും ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ള അലോച്ചേനും വൈഫും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാറയ്ക്ക് പിന്നെ രണ്ടുപേരെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഫുൾ ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തും സാറ ഭയങ്കര ഹാപ്പി മൂഡായിരിക്കുമല്ലോ. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ് കേട്ടോ സാറക്കുട്ടിക്ക് ആകെപ്പാടെ വിഷമമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. നമ്മൾ നല്ല എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ ബോട്ട് ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ പാർക്കിങ്ങിൽ വണ്ടിക്കാർ കൊണ്ട് ഇറക്കി. എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതേണ്ട ആ ഒരു ഇതിനകത്തൂടെ കയറി ലിഫ്റ്റിൽ ചെന്നിട്ട് താഴോട്ട് വേണം കേട്ടോ പോകാനായിട്ട്. എന്നിട്ട് നമുക്ക് 8:30 ആണ് ടൈം തന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് 6 മണിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ലേറ്റ് ആയ കാരണം അപ്പോൾ ആ ഒരു ടൈമിൽ പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 8:30 ടൈമിലാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ കുറച്ചും കൂടെ പകലാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എന്താ വെട്ടം വെളിച്ചൊക്കെ അങ്ങനെ ഒരു വൈബ് കേട്ടോ. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ആളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ട് മാത്രമല്ല, പല ബോട്ട് പല സെറ്റപ്പിലുള്ള ബോട്ടുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഇവിടെയല്ല, ഇവിടുന്ന് അകത്തോട്ട് വീണ്ടും കയറിക്കണ്ടില്ല. അവിടെ ഇവിടെ എല്ലാം ബോട്ടിങ്ങിനെ അടിപൊളി വൈബിൽ സെറ്റ് ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല പൊള്ളി വൈബിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വരാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ ക്യൂ നിൽക്കില്ല അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഏകദേശം അതുപോലെ ആയിരുന്നു അവിടെ. നമ്മൾ പിന്നെ നമുക്ക് വേറെ ബോട്ടിംഗ് ആയിട്ട് വേറെ സ്ഥലമായിരുന്നു. അപ്പോൾ അത് അവരുടെ എല്ലാം ഉള്ളിൽ കൂടെ ഇടയിൽ കൂടെ നമ്മളിങ്ങ് നമ്മുടെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെയും സെക്ഷൻ തിരിച്ചിട്ട് കണ്ടില്ല ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇറങ്ങി ഇങ്ങി പോരും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ സെക്ഷനായിരുന്നു. എന്താ ഇവിടെ എല്ലാം ബോട്ടിങ് ഉണ്ട് കേട്ടോ. ബോട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇതിൽ വെട്ടം വിളിച്ചൊന്നുമില്ല. അപ്പുറത്തോട്ടൊക്കെ മാറി ഒരുപാട് ബോട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ ബോട്ടൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു പോരുന്നവരുണ്ട്. പിന്നെ നമ്മളങ്ങോട്ട് ചെല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഫോട്ടോയും വീഡിയോസും ഓരോ സ്പോട്ട് കാണുമ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ടുള്ളൊരു ബോട്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതേ ഇതൊക്കെ നല്ല പൊളി ബോട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വൈബായിരുന്നു കേട്ടോ. ഇത് സ്ഥലം വരുന്നത് ഞാൻ പറയാം കേട്ടോ, കറക്റ്റ് ഞാൻ മറന്നു പോയി. ഞാനിവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. അപ്പം നല്ല സ്ഥലമായിരുന്നു. നമുക്ക് ഏകദേശം 60 ദിർഹംസ് എങ്ങാണ്ടായിരുന്നു പെർ പേഴ്സണ് വന്നത് കേട്ടോ. കുട്ടികൾക്ക് ഫ്രീ ആണ്. അതായത് 4 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറക്കുട്ടിക്ക് എടുത്തിട്ടില്ല, 3.5 വയസ്സല്ലേ ഉള്ളൂ. അപ്പം കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഫുഡാണ് നമുക്കത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇൻ്റർനാഷണൽ ഫുഡും ഉണ്ട്, നമ്മുടെ കൊച്ചിൻ കായ്ക്കാൻ്റെ ഫുഡും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ അച്ചാച്ചനൊക്കെ നേരത്തെ കയറി. അപ്പോൾ നമ്മളിതാ കയറി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ പറ്റിയൊരു ഇതൊന്ന് ആദ്യം ചെന്നപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് മുകളിൽ ഇരിക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ആദ്യം വന്ന ആൾക്കാരെല്ലാം മേളിൽ പോയിരുന്ന കാരണം മേള് ഫുള്ളായി. അപ്പോൾ പിന്നെ നമ്മളൊക്കെ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമുക്ക് താഴത്തെ സീറ്റാണ് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ വേറെ ഒരു 5-6 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മേലോട്ടും കൂടെ ഒന്ന് പോവാണ് കേട്ടോ. പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കയറുകയാണേ. ഇതാ കണ്ടില്ലേ മേള് ഫുൾ ആളായിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പം കുറേ ആഫ്രിക്കൻസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ മലയാളീസും ഉണ്ട് കേട്ടോ. 1-2 മലയാളി ഫാമിലി ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു അറബി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ മിക്സ് ആണ് കേട്ടോ മേളിൽ. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് ബോട്ട് കുറച്ച് മൂവായി കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ അങ്ങ് താഴോട്ട് പോകാന്നുള്ള രീതിക്ക് നമ്മളവിടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളവിടെ മേളിൽ നിൽക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ താഴോട്ട് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം നമ്മൾ അവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് താഴെ മേളിൽ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ വൈബ് ഈ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കിട്ടിയിട്ട്. അപ്പം നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു പുളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേ.
ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മേലെല്ലാവരും ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ആഫ്രിക്കൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളൊക്കെ ആണെങ്കിലും. അപ്പം അങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. സാലഡ്, പൊറോട്ട, പത്തിരി, ചിക്കൻ ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ കുറുമ, അങ്ങനെ കുറേ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഗുലാബ് ജാമ് അങ്ങനത്തെ. അപ്പോൾ ഞാൻ സാറയ്ക്ക് ചുമ്മാ പൊറോട്ട മാത്രം ചുമ്മാ പിച്ചി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ അവൾ അങ്ങനെ കഴിച്ചോളും. അപ്പം ഇൻ്റർനാഷണൽ ഫുഡ് എടുക്കാഞ്ഞെന്ന് വെച്ചാൽ കൂടുതലും ഈ വേറെ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ആഫ്രിക്കൻസൊക്കെ ഈ പുഴുങ്ങിയും വേവിച്ചൊക്കെ കഴിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കഴിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെനു സെലക്ട് ചെയ്തത്. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഫുഡൊക്കെ നമ്മൾ താഴെ ഇരുന്ന് കഴിച്ചു. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത അടിപൊളി പരിപാടിയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചതും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മേളിൽ പോകാൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമം നമ്മളിവിടെ തീർക്കും ഗൈസ്. കാരണം മേളത്തേനേക്കാൾ പൊളി നമുക്ക് താഴെ കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മേളിൽ കൂടുതലും പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യൻസും അതുപോലെ പാകിസ്ഥാനീസും അതുപോലെ ആഫ്രിക്കൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഒരു വൈബിന് പറ്റിയൊരു സോങ്ങുകളെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതങ്ങോട്ട് നമ്മളെ കുറച്ച് നേരം മേളിൽ പോയി കളിച്ചുവെങ്കിലും നമുക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഈ ബോട്ടൊക്കെ ഫുള്ള് മലയാളീസ് ആയിരുന്നു കേട്ടോ, അതിൻ്റെ ആൾക്കാരൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ താഴോട്ട് വാ, നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി DJ വെച്ച് തരാം, നമ്മുടെ സോങ് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴേക്ക് വന്നു കേട്ടോ. അത് ഇപ്പോഴല്ല, മേളിൽ കുറച്ച് നേരമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് വരികയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങോട്ട് തകർക്കുകയാണ്. നമ്മുടെ അടിപൊളി ലാലേട്ടൻ്റെ സോങ്ങുകളും അതുപോലെ പൊളി നമ്മുടെ അടിപൊളി ജിൽ ജിൽ വൈബിലുള്ള സോങ്ങുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ തകർക്കണം. അപ്പോൾ ആ പാട്ടൊന്നും ഇവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്, കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അപ്പം അടിച്ച് പൊളിച്ചുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത്. അടിച്ച് പൊളിച്ച് തകർത്തൊരു പരുവായി ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ വൈബായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാമായിരുന്നു നമ്മൾ
ഫുൾ എൻജോയ് ചെയ്തു. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ടൈം കഴിഞ്ഞിട്ടോ. അപ്പോൾ ബോട്ട് തിരിച്ച് ഏകദേശം നമ്മളെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എത്താറായിട്ട്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എണ്ണീറ്റ് ഇനി ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പാട്ട് ഓണാണ്. അപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളും ലാസ്റ്റ് കലാശക്കൊട്ടാണ് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ പൊളി വൈബായിരുന്നു കേട്ടോ. നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാം. എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ചെന്നപ്പോൾ നമുക്ക് മേളിലില്ലല്ലോ, കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ അതങ്ങ് മാറി കേട്ടോ. മേളിൽ ആൾക്കാരെല്ലാം വെറുതെ ഇരുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം അവർക്ക് വേറൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് ആ ഒരു വൈബല്ലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ താഴെ വന്നിട്ട് മാക്സിമം അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാണ്ടല്ലോ, അവിടെ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവരും എൻജോയ് ചെയ്തു കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നല്ല ഓണായിരുന്നു അവരും. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അടിപൊളി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അതിന് പറ്റിയൊരു ടാക്സി ആളെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ആളും നല്ല അടിപൊളി മൂഡിലായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ഓരോ ഹിന്ദി പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും നല്ല ചിൽ വൈബിൽ അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ച് ഒളിച്ചേനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.